നമ്മൾ ഒരുപാട് പഠിച്ചതും കണ്ടതും ഇങ്ങനെയുള്ള ആൾക്കാരെയാണ്. അപ്പോൾ ഉസ്താദിനെ പോലുള്ള ആൾക്കാരെയാണ് നമ്മൾ പഠിച്ചത്. നമ്മൾ ഒരു സ്റ്റാറിനെയോ മമ്മൂട്ടിയോ സിനിമാ താരങ്ങളെയോ ഒന്നല്ല നമ്മൾ പഠിച്ചത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഞാൻ ഈയിടെ അടുത്തായിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഉസ്താദിൻ്റെയും ഗോപിനാഥ് മുതുകാടിൻ്റെയും ഒരു ഫോട്ടോ വെച്ചിട്ട് ഉസ്താദിനെ സമ്മതിക്കണമെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ ഒരുപാട് പേര് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും ചിലരൊക്കെ അത് വേറൊരു രീതിയിലാണ് കണ്ടിരുന്നത്. ഉസ്താദിനെ സമ്മതിക്കണമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ ഒരു ടൈറ്റിൽ ഇട്ടതും വേറൊന്നും കൊണ്ടല്ല. ബഹുമാനത്തോടും ആദരവോടു കൂടിയാണ് മുതുകാട് സാറിനെ ഒരുപാട് പേർ കാണുന്നത്. കാരണം അദ്ദേഹം ചെയ്ത ഓരോ പ്രവൃത്തികളും നമുക്കൊക്കെ അറിയാവുന്നതാണ്. പക്ഷെ അദ്ദേഹത്തിന് ഈടെ അടുത്തായിട്ടുണ്ടായ ഒരുപാട് വിമർശനങ്ങളും കുത്തുവാക്കുകളും അദ്ദേഹത്തിന് ഒരുപാട് വേദനകൾ ഉണ്ടാക്കി. അത് അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റാതെ അദ്ദേഹം ഒരു പരാതിയുമായിട്ട് വീഡിയോ വന്നു. ആ ഒരു പരാതി കേട്ടപ്പോൾ എനിക്ക് മുതുകാട് സാറിനോടുണ്ടായ ആ ഒരു ഇമേജൊക്കെ പോയി. കാരണം എന്തെന്ന് വെച്ചാൽ അദ്ദേഹം ചെയ്യുന്നതൊക്കെ കാരുണ്യ പ്രവർത്തനങ്ങളും ചാരിറ്റികളും ഒക്കെ അല്ലേ. കാരുണ്യ പ്രവർത്തനം നമ്മൾ ചെയ്യുന്നത് പണമോ പ്രസക്തിയോ ആഗ്രഹിച്ചല്ല. അപ്പോൾ നമ്മൾ എന്തിന് ഒരു പരാതിയായിട്ട് മറ്റുള്ളവരോട് പറയണം? നമ്മൾ കാരുണ്യ പ്രവർത്തനം, ചാരിറ്റി എന്നിങ്ങനെ പലതും നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഒരു സന്തോഷത്തിനും നമ്മുടെ ആ ഒരു ഇഷ്ടം കൊണ്ടാണ്. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പരാതി പറഞ്ഞെന്ന് കരുതി ഞാനത് നിർത്താൻ പോവുകയാണ്, ഞാൻ നിർത്തിയിരുന്നെങ്കിൽ ഒരുപാട് കുഞ്ഞുങ്ങൾ വയ്യാതാരാകും എന്നൊക്കെ രീതിയിലുള്ള ആ ഒരു സംസാരത്തെയാണ് ഞാൻ AP ഉസ്താദിനെ സമ്മതിക്കണം എന്ന് പറഞ്ഞത്. ഈ ഒരു വിഷയത്തിൽ ഷെയ്ഖുന AP ഉസ്താദിനെ ഉൾപ്പെടുത്തേണ്ടായിരുന്നു എന്ന് ഒരുപാട് പേര് കമൻ്റ് ചെയ്തു. ഞാൻ പറയുന്നത് ഉസ്താദിനെ ഞാൻ ഉൾപ്പെടുത്തിയത് നമ്മൾ ഒരുപാട് പഠിച്ചതും കണ്ടതും ഇങ്ങനെയുള്ള ആൾക്കാരെയാണ്. അപ്പോൾ ഉസ്താദിനെ പോലുള്ള ആൾക്കാരെയാണ് നമ്മൾ പഠിച്ചത്. നമ്മൾ ഒരു സ്റ്റാറിനെയോ മമ്മൂട്ടിയോ സിനിമാ താരങ്ങളെയോ ഒന്നല്ല നമ്മൾ പഠിച്ചത്. എൻ്റെയൊക്കെ കാര്യമെടുത്ത് നോക്കിയാൽ നമ്മൾ പഠിച്ചതും അനുഭവിച്ചതും നമ്മൾ ഇനി പഠിക്കാനിരിക്കുന്നതും നമ്മുടെ പണ്ഡിതന്മാരെ കണ്ട് തന്നെയാണ്. AP ഉസ്താദിനെയും EK ഉസ്താദിനെയും പോലെയുള്ള പണ്ഡിതന്മാരെ കണ്ടിട്ടാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ നമ്മളെപ്പോലുള്ളവർ പറയുന്ന വിഷയത്തിൽ നമുക്ക് ഉൾപ്പെടുത്താൻ അവരെ പോലുള്ളവരേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ മുതുകാട് സാറിൻ്റെ കൂടെ നമ്മുടെ ഉസ്താദിനെയും ഉൾപ്പെടുത്തിയത്. മുതുകാട് സാറ് ഇങ്ങനെ ഒരു ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്നത് കൊണ്ടാണ് ഞാനൊരു വീഡിയോ ചെയ്തത് അദ്ദേഹത്തെക്കുറിച്ച്. ഇപ്പോൾ മുതുകാട് സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അനുഭവസ്ഥർ തന്നെ കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ നമ്മളിങ്ങനെ കേൾക്കാൻ എന്നല്ലാതെ വേറെന്തു പറയാനാ. അടുത്തായിട്ട് നമ്മളൊക്കെ കണ്ടതാണ്, ഷിയാബിനെ പോലുള്ളവർ തന്നെ അവരുടെ അനുഭവങ്ങൾ പറയാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ നമുക്ക് അറിഞ്ഞിട്ട് പറയുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇനിയും ഒരുപാട് സത്യാവസ്ഥ നമ്മൾ അറിയാനുണ്ട്, നമ്മൾ പഠിക്കാനുണ്ട്. ഇങ്ങനെയുള്ളൊരു വിഷയമായതുകൊണ്ട് തന്നെ ആ ഒരു മനുഷ്യനെ പെട്ടെന്ന് നമ്മൾ അറ്റാക്ക് ചെയ്ത് വിമർശിക്കണ്ട എന്ന് കരുതിയിട്ടാണ് ഞാനൊന്നും പറയാത്തത്. അദ്ദേഹം ഇതുവരെ ചെയ്തത് നമ്മൾ കണ്ടത് നല്ല നല്ല പ്രവർത്തനങ്ങളാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞതുപോലെ ഒരുപാട് പാവങ്ങൾ അദ്ദേഹത്തെ ആശ്രയിച്ച് ജീവിച്ചിരിക്കുന്നുണ്ടാകാം. അപ്പോൾ നമ്മളായിട്ട് അവരുടെ കഞ്ഞികുടി മുട്ടിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നമ്മളെ ഇഷ്ടത്തിന് നമ്മൾ ആഗ്രഹിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ് പുണ്യപ്രവൃത്തികൾ. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരുപാട് വിമർശനങ്ങളൊക്കെ വരും. അപ്പോൾ ഞാൻ അതിൽ പറഞ്ഞത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി ഇട്ടിട്ട് പോകേണ്ടതാണോ ഈ ചാരിറ്റി പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തനങ്ങളും? ഞാൻ അതിൽ അവസാനം പറയുന്നുമുണ്ട്, അതിൽ ഞാൻ യാതൊരു കാരണവശാലും യോജിക്കുന്നില്ല സാറിൻ്റെ ആ ഒരു വാക്ക് തിരുത്തണമെന്ന്. അപ്പോൾ കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർ ഇങ്ങനെ ഓരോ പരാതിയുമായിട്ട് വരുന്നവരാണെങ്കിൽ നമ്മൾ ഉസ്താദിനെ സമ്മതിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തകനാണ് നമ്മുടെ AP ഉസ്താദ്. AP ഉസ്താദ് എന്തൊക്കെ പരാതിയുമായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരേണ്ടി വരും, ഞാനിതിട്ടിട്ട് പോകും എന്നൊക്കെ പറഞ്ഞിട്ട് വരണ്ടേ? അതാണ് ഞാൻ പറഞ്ഞത് ഉസ്താദിനെ സമ്മതിക്കണമെന്ന്. അപ്പോൾ അതും ഒരു പരാതിയായിട്ട് നിങ്ങൾ എനിക്ക് കമൻ്റ് ചെയ്തപ്പോൾ ഉസ്താദിനെ കുറിച്ചായതുകൊണ്ട് മനസ്സിൽ ചെറിയൊരു വേദന ഉണ്ടാക്കി. അപ്പോൾ അടുത്ത് തന്നെ നല്ലൊരു വീഡിയോയുമായി കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.